ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈദിൻ്റെ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനൊരു പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. 2 മോയ്സ്ചറൈസർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മേരി ജോക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് പ്രൊനൗൺസ് ചെയ്യുക. ആ മേരി ജോക്കിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്, ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്, തീരാറായി. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇത് ബ്രഷ് വെച്ചൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ബ്രഷൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് അത്ര ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്ലെൻഡറോ ബ്രഷോ, എൻ്റെ ബ്ലെൻഡർ കൈയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഒത്തിരി എൻ്റെ ഫേസിൽ ഇടുമ്പോഴത്തേനും പുട്ടി പോലെ തോന്നും. പക്ഷേ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഗൈസ് അങ്ങനെ തോന്നുന്നത്. അതിന് ശേഷം നമ്മൾ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൽ വേറെ എന്തിട്ടില്ലെങ്കിലും ഐബ്രോ ലിപ്സ്റ്റിക്കും എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റായിട്ട് തോന്നിക്കും. ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം, ഞാൻ യൂസ് ചെയ്യാറില്ല. കുഞ്ഞു കുട്ടികളൊക്കെയാണ് ബ്ലാക്ക് ഒത്തിരി യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാത്തവർ ബ്രൗൺ, ഗ്രേ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഫ്രണ്ടിൽ നമ്മൾ ലൈറ്റായിട്ടും മിഡിൽ പോയിന്റ് നല്ല ഡാർക്കായിട്ട് എഴുതുമ്പോൾ നല്ലൊരു ഫിനിഷിങ്, നല്ലൊരു ലുക്ക് നമ്മുടെ ഐബ്രോസിന് കിട്ടും. പിന്നെ എൻ്റെ ഒരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് ഐബ്രോ പെൻസിൽ വെച്ച് എഴുതിയിട്ടും ബ്രഷും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി എപ്പോഴും ഫില്ല് ചെയ്യാറ്. അങ്ങനെ 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ക്യാമറ നോക്കിയാണ് ഗൈസ് കണ്ണാണെങ്കിലും ഐബ്രോ ആണെങ്കിലും എഴുതുന്നത്. അതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് എനിക്ക് കാണാൻ പറ്റും. മിററും അല്ലെങ്കിൽ ഫോണും ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി നമ്മൾ ഐബ്രോ എഴുതി കൊടുത്തു. ഇനി നമ്മൾ കണ്ണിൻ്റെ അടി എഴുതി കൊടുക്കണം. അതിന് ഞാനൊരു കാജലാണ് എടുത്തേക്കുന്നത്. മെബലൈൻ്റെ ആണെന്ന് തോന്നുന്നു കാജൽ. ഇത് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട്. ഞാൻ എഴുതുമ്പോൾ എപ്പോഴും നല്ല ബോൾഡായിട്ട് എഴുതി കൊടുക്കാറുണ്ട്. എനിക്ക് ലൈറ്റായിട്ട് എഴുതുന്നത് ഇഷ്ടമല്ല. എഴുതുന്ന സമയത്ത് ഞാൻ നല്ല രീതിക്ക് ബോൾഡായിട്ട് എഴുതാറുണ്ട്. ഞാൻ കാജൽ പേഴ്സൺ അല്ല. എനിക്ക് കാജൽ അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ കണ്ണിൻ്റെ മുകളിൽ മാത്രം ഐലൈനർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റേതായ രീതിയിൽ ചെയ്യണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടിയിൽ കാജൽ എഴുതുന്നത്. പിന്നെ അതിൻ്റെ മുകളിലും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. മുകളിൽ എഴുതുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിൽ ഐലൈനറോ അല്ലെങ്കിൽ കാജലോ കൊണ്ട് കണ്ണിൽ കാഴ്ച പോകാണ്ട് നോക്കുക. എൻ്റെ മസ്കാര ഞാൻ ഇട്ടപ്പോൾ ഒന്ന് കൊണ്ടായിരുന്നു. അത് പിന്നെ വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടും പിന്നെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുക. കുറച്ചെടുക്കുക. കൈകൊണ്ട് തന്നെയാണ് ഞാൻ തേച്ച് വിടുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബ്രഷ് യൂസ് ചെയ്ത് ഒന്നാമത് ചെയ്യാൻ അറിയത്തില്ല ബ്രഷ് യൂസ് ചെയ്ത്. പിന്നെ എനിക്കത് ഇഷ്ടമല്ല, ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. എനിക്കത് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കും മേ ബി ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. ഞാൻ നോർമലി ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. 2 കണ്ണിലും ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത ടാസ്ക്കാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫോണിൽ നോക്കി എഴുതുന്നതിൻ്റെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. മിററിൽ നോക്കി എഴുതുമ്പോൾ തന്നെ ഐലൈനർ സെറ്റ് ആവാറില്ല, പിന്നെയാണ് ഫോണിൽ. അപ്പോൾ ഞാൻ ആദ്യം കുറേയൊക്കെ വരച്ച് നോക്കി, എന്നിട്ട് ശരിയാവാത്തത് കൊണ്ട് ഞാൻ മിററിൽ പോയി എഴുതിയിട്ട് റെഡിയാക്കിയിട്ടാണ് കേട്ടോ വന്ന് നിങ്ങളെ കാണിക്കുക. കണ്ടോ, ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് എന്തോ സെറ്റ് ആവാത്ത പോലെ തോന്നുന്നു. ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്തിട്ട് കൊടുക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് ശരിയാവുന്നില്ല. അപ്പോൾ അതെ, ഐലൈനർ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐലൈനർ എഴുതി കഴിഞ്ഞ് എപ്പോഴും നമ്മളൊരു മസ്കാര ഇടുവാണെങ്കിൽ നമ്മളുടെ കണ്ണിന് നല്ലൊരു ഭംഗിയുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മസ്കാരയും കൂടെ 2 കണ്ണിൽ നല്ലപോലെ ഒന്ന് ഒരു 2ഓ 3ഓ കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് വോളിയായിട്ട് നിൽക്കത്തുള്ളൂ. കാരണം ഡാസ്ലറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഒത്തിരി വലിയ ഹൈ മസ്കാരയല്ല, ഡാസ്ലറിൻ്റെ ആണ്. ഐലൈനറും ഡാസ്ലറിൻ്റെ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുള്ള ട്രിക്കാണ്. ആദ്യം നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ബ്ലഷായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ബ്ലഷായിട്ട് തന്നെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ പറയുന്നത്. ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നോസിലും ചീക്സിലും പിന്നെ നമ്മളുടെ ഈ താഴെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ താഴെയുടെ അവിടെ ചെയ്യാറില്ല. ഇപ്പം ഞാൻ ചുമ്മാ ചെയ്തു എന്നുള്ളൂ. അവിടെയും കൂടെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ നോർമൽ പൗഡറോ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഉണ്ട്. പക്ഷേ ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ എൻ്റെ ഫേസ്
ഡള്ളായതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോർമൽ പൗഡറാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാൻ നോർമൽ പൗഡറാണ് യൂസ് ചെയ്യാറ്. ഇത് പോൺസിൻ്റെ എന്തോ പൗഡറാണെന്ന് തോന്നുന്നു. പോൺസാണ് ഗൈസ്. പോൺസിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. നമ്മുടെ ഫേസിന് എപ്പോഴും നമ്മളൊരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുക. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നു. പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ നോർമലായിട്ട് ലിപ്സ്റ്റിക്ക് ഇത്രയും അധികം യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ യൂസ് ചെയ്യാറുണ്ട്, എന്നാലും ഇത്രയും ബ്രൈറ്റായിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫോണിൽ നോക്കിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ടാവും. അപ്പോൾ ഞാൻ നല്ലപോലെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക, ഞാൻ മറ്റ് 2 ലിപ്സ്റ്റിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരെണ്ണം ഈ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരെണ്ണം ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അതാണ് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് അതാണ് കേട്ടോ. അപ്പോൾ ആ ലിപ്സ്റ്റിക്കും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ് ഈ രണ്ടാമത്തെ. അതും ഡാസ്ലറിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് 100-ന് താഴെ എങ്ങാണ്ടുള്ളൂ അതിൻ്റെ റേറ്റ്. പക്ഷേ നല്ല ലാസ്റ്റ് ചെയ്യും. എനിക്ക് മറ്റേ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കിനേക്കാളും ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതല്ല എൻ്റെ ഈദിൻ്റെ ഡ്രസ്സ്, പക്ഷെ ഞാനൊന്ന് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു ഷോർട്സ് കാണാം. जैसे सात बाहों के संगम जितने पास पास ख्वाबों के नजर उतने पास तू रहना हम सफर. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്